കോട്ടയം ഞാലിയാങ്കുഴിയിലുള്ള പാസ്റ്റർ ബിനു ചേച്ചി വിവാഹം കഴിച്ചു. അതായിരുന്നു ചേച്ചിയുടെ ആദ്യത്തെ വിവാഹം എന്നാണ്. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ തള്ളിക്കളയുന്നുമില്ല. അല്ല, ഇപ്പൊ രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും ഇവർക്ക് എന്നാ പ്രശ്നം? എന്നോട് ആരും ക്ലാരിഫിക്കേഷൻ, ഞാൻ എന്തിനാ ഇവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത്? ഇതാ ഈ ഒരു ഫോട്ടോ ഉണ്ടോ, ഇതാണ് മുൻ ഭർത്താവ് പാസ്റ്റർ ബിനു. പാസ്റ്റർ ഒന്നും അല്ല, എനിക്കറിയത്തില്ല പാസ്റ്ററിനെ എന്ന് പറയും. ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഭാര്യയുണ്ട്, 2 മക്കളുള്ളതാണ്. അതൊക്കെ ലൈഫ് സംഭവിച്ച് മറഞ്ഞ കാര്യങ്ങളാണ്. പാസ്റ്റ് ആണ് അതൊക്കെ. ഇതൊക്കെ എന്തുവാടെ നീ? ഇന്നലെ എന്റെ കൂടെ അഭിനയിച്ച ആളാണിത്. കൊമ്പൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നവര്. ചേച്ചി ലീഗലി എത്ര വിവാഹം ചെയ്തിട്ടുണ്ട്? അല്ല ഇപ്പൊ കെട്ടിയാലും കെട്ടില്ല, ഇവറ്റങ്ങൾക്ക് എന്താ? എന്നോട് ആരും ഇതുവരെ ആരും ചോദിച്ചില്ല. മെയിൻ സ്ട്രീം ആണ് എന്നോട് വന്ന് ചോദിക്കുന്നത്. എനിക്കത് ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ, കാരണം ഞാൻ നാളെ കള്ളിയാവരും. താലി കെട്ടുക അല്ലെങ്കിൽ അതാണ് വിവാഹം. എനിക്കതാണ് വിവാഹം. സുധിച്ചേട്ടൻ അല്ലെങ്കിൽ പറയട്ടെ, ഈ കമന്റ് ഇട്ടോളൂ പറയട്ടെ, എന്നെ ആരാ താലി കെട്ടിട്ടുള്ളത്? ഫാസ്റ്റ് എന്ത് സംഭവിച്ചു അത് ഞാൻ സുധിച്ചേട്ടനും കിച്ചുവിനും അറിവായ ഒരു 12-13 വയസ്സുള്ള കുട്ടിയല്ലേ അന്ന്. അവനോടും പറഞ്ഞിട്ടുണ്ട്. എന്റെ ലൈഫിൽ അനുഭവിച്ച ദുഃഖവും ദുരിതങ്ങളും പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അനുഭവിച്ച ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ ഒരു വിവാഹം കഴിഞ്ഞ് അങ്ങ് ദാമ്പത്യത്തിലോട്ട് പോയിട്ടോ ഒന്നും ഇല്ലാത്തൊരു ലൈഫായി. ഈ കമന്റ് ഇടുന്നവരോടത്താണ് പറയുന്നത്. ഇനി കുത്തിപ്പൊക്കിയ ഇതേ ഉള്ളു എനിക്ക് മറുപടി. ഈ ഒരു കാര്യം സുധിച്ചേട്ടന്റെ ഫാമിലിക്ക് അറിയായിരുന്നോ? തീർച്ചയായിട്ടും അറിയായിരുന്നു. ഞാൻ രേണു സുധി ഒരു തൊള്ളി താഴത്തില്ല. ഇത് കണ്ട ഡൗണും ആകത്തില്ല. കാരണം അനുഭവിക്കുന്നതിന്റെ മാക്സിമത്തിന് അപ്പുറം അനുഭവിച്ചു തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ. കഴിഞ്ഞ ഇന്റർവ്യൂല് ചേച്ചിയുടെ സാമ്പത്തികാവസ്ഥ എന്താണെന്ന് കാണിക്കുന്നതിന് വേണ്ടി അക്കൗണ്ട് ബാലൻസ് കാണിച്ചിരുന്നു. ഇത് ചിലപ്പം 2ാമത്തെ അക്കൗണ്ട് ആയിരിക്കാം. അവനാണ് എനിക്ക് അക്കൗണ്ട് എടുത്ത് തരുന്നത്, 10-15 അക്കൗണ്ട്. ഈ പറഞ്ഞവൻ ആരാലും അവൻ തെളിയിക്കട്ടെ. എനിക്കൊരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ. ഞാൻ പുതിയ അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, ഒട്ടും എടുത്തിട്ടില്ല. സുധിച്ചേട്ടനെ വിറ്റ് കോടികൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞവർക്കുള്ള ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ കാണിച്ചത്. കോടികളുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് വേറൊരു അക്കൗണ്ട്, നിങ്ങളെയൊക്കെ കാണിക്കാൻ വേറൊരു അക്കൗണ്ട്. ഇവൻ തെളിയിക്കട്ടെ, ഈ പറഞ്ഞവൻ ആരാലും അവൻ തെളിയിക്കട്ടെ വന്നു. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. വിവാദങ്ങൾ ഒന്നൊഴിയാതെ പിന്തുടർന്നിട്ടും മുഖത്തെ പുഞ്ചിരിക്കാണെങ്കിൽ ഒരല്പം പോലും മങ്ങലേറ്റ് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ അതിഥി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതെ, രേണു സുധി. നമസ്കാരം രേണു ചേച്ചി. ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്നപ്പോൾ തന്നെ ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് കാര്യം എന്നുള്ളത്. അതെ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചേച്ചിയുടെ പേരിലാണെങ്കിലും സുധിച്ചേട്ടൻ്റെ പേരിലാണെങ്കിലും ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട്. അത് മെയിനായിട്ട് വിവാഹ കാര്യത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ സുധിച്ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെതായിട്ട് രേണു ചേച്ചി പറയുന്നുണ്ടായിരുന്നു, സുധിച്ചേട്ടൻ ആകെ ഒരൊറ്റ വിവാഹമേ ലീഗലി ചെയ്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ചേച്ചി ലീഗലി എത്ര വിവാഹം ചെയ്തിട്ടുണ്ട്? എന്നെ ലീഗലി കല്യാണം കഴിച്ച സുധിച്ചേട്ടനാണ്. അതെ, എന്നെ താലി കെട്ടിയ സുധിച്ചേട്ടനാണ്. അത് എവിടെ വേണം ഞാൻ പറയും. പിന്നെ ഓരോ വിവാദങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവാദങ്ങൾ എന്ന് ഐശ്വര്യ പറയാം, എന്നാലും എനിക്ക് ക്ലാരിഫിക്കേഷൻ ചെയ്യാം. ഫസ്റ്റ് ഞാൻ കേട്ട വിവാദം എന്ന് പറയുന്നത് കോട്ടയം ഞാലിയാങ്കുഴിയിലുള്ള പാസ്റ്റർ ബിനു ചേച്ചി വിവാഹം കഴിച്ചു. അതായിരുന്നു ചേച്ചിയുടെ ആദ്യത്തെ വിവാഹം എന്നാണ്. അല്ല, ഇതൊക്കെ ആർക്കാ ഇത്ര തികഞ്ഞ ബുദ്ധിമുട്ട്? പാസ്റ്റർ, ഏത് പാസ്റ്റർ? എനിക്ക് അങ്ങനെ ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിട്ട് എനിക്ക് അറിയില്ല. പിന്നെ പഴയ കാര്യങ്ങൾ ഞാനും സുധിച്ചേട്ടനും ഒന്നായ സമയത്ത് എൻ്റെ ലൈഫിലും പഴയ കാര്യങ്ങളുണ്ട്, സുധിച്ചേട്ടൻ്റെ ലൈഫിലും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ കുത്തിപ്പൊക്കെ ഇങ്ങനെ കമന്റും ഒക്കെ വരാൻ ഇത്രയും നാളും ഒരു വിഷയം ഇല്ലാതിരിക്കുമായിരുന്നു. മനസ്സിലായോ? ഒരു പ്രശ്നം എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടുമില്ല, ഇതിനെപ്പറ്റി ആരും ചോദിച്ചിട്ടില്ല. എന്റെ ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് ആ ഭർത്താവ് പറഞ്ഞ് ഞാൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. ഇത്രയും നാൾ ആരും ചോദിച്ചിട്ടില്ല പാസ്റ്ററിനെ കെട്ടിയോ. കാരണം എന്റെ ലൈഫിൽ എന്താണ് മുന്നേ സംഭവിച്ചത് സുധിച്ചേട്ടനോട് ഞാൻ നല്ല ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്. മൂത്ത മകന് അറിവായ 12 വയസ്സുണ്ടായിരുന്നു അവനെന്ന്, അവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചത്. പിന്നെ ഇവിടെ ആർക്കായി ഇത്ര ബുദ്ധിമുട്ട്? പാസ്റ്ററിനെ കെട്ടി അല്ല ഇപ്പൊ കെട്ടിയാലും കെട്ടില്ല, ഇവറ്റങ്ങൾക്ക് എന്താ? എനിക്കറിയത്തില്ല. എന്നോട് ആരും ഞാൻ മറച്ചു വെച്ച് എന്നോട് ആരും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്കത് പറയേണ്ട വന്നു. എനിക്ക് നിങ്ങൾ ഈ പറയുന്ന രേണു സുധിക്ക് കള്ളത്തരം പറയേണ്ട ഒന്നും ഒരു കാര്യമില്ല. കാരണം എന്നോട് ഇതുവരെയായിട്ടും അത് ചോദിച്ചിട്ടില്ല ആരും. മനസ്സിലായോ?
എന്നോട് ആരും ഇത് ചോദിച്ചില്ല. ഇന്നാണ് നിങ്ങളാണ് എന്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നത്. ഇന്റർവ്യൂ ആയിട്ട് മെയിൻ സ്ട്രീം വണ്ണാണ് എന്നോട് വന്ന് ചോദിക്കുന്നത്. എനിക്കത് ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ നാളെ കള്ളിയാവരുത്. ഇതുവരെ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല. അതാണ് ആരോപണങ്ങൾ ഉണ്ടായാലും അങ്ങനെ എങ്ങനെയാന്നുള്ളത് ഒരു ഇന്റർവ്യൂവിന് എൻ്റെ അടുത്ത് ആരും ചോദിച്ചില്ല. ചോദിക്കേണ്ട വന്നിട്ടില്ല. കാരണം ഈ 3-4 ദിവസമായിട്ടാണ് ഈ കുത്തിപ്പൊക്കലും കാര്യങ്ങളൊക്കെ. ഇതാണ്ട് വലിയ ഏതാണ്ട് വലിയ സംഭവമാണ് ഇവരുടെ വിചാരം. 10-12 കെട്ടി നടക്കുന്നവളൊക്കെയാണ് ഈ കമന്റ് ഇടുന്നത്, അല്ലെ 10-12 പോകുന്നവളൊക്കെയാണ് ഈ കമന്റ് ഇടുന്നത്. ഇവളെയൊക്കെ വ്യക്തമായിട്ട് അറിയാം എനിക്ക് ഇതൊക്കെ ആരാ എന്ന് പറഞ്ഞാൽ. ഇത് വലിയ സംഭവമാണ് ഇവരുടെയൊക്കെ വിചാരം. ഞാൻ അതുകൊണ്ട് ഇനി കയറി പോവോ, ഇവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ സെലിബ്രിറ്റി ആവോ, ഇതൊക്കെ ഓർത്തിട്ടാണ്. അല്ലാതെ ഇവരൊന്നും എനിക്ക് ഒരു 5 ഉപകാരമില്ലാത്തവരാണ് ഇവരൊക്കെ. അതെ. അപ്പോ ഈ തരത്തില് ചേച്ചി സുധിച്ചേട്ടനെ വിവാഹം കഴിച്ചത് അതൊരു സെക്കൻഡ് മാരേജ് ആണെന്ന് അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പറയാം, എന്റെ സുധിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറയാം, പഴയ കാര്യങ്ങളൊന്നും ഇത് ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം ആവട്ടെ. എന്തായാലും എന്റെ ലൈഫിൽ ഇപ്പം വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും വിവാഹം എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് താലികെട്ടാണ്, രജിസ്റ്റർ മാരേജ് ആണ് വിവാഹം എന്ന് രേണു സുധി ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. സോ അങ്ങനെ ഇപ്പം അഥവാ നടന്നെങ്കിൽ എന്റെ ഭർത്താവിനും എനിക്കും ഇടയിലെ കാര്യങ്ങൾ, അല്ലെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കും എനിക്കും ഇടയിലെ കാര്യങ്ങളാണ് അതാണെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അതുപോലെ കിച്ചുവിനോടും മറച്ചു വെച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹമില്ല. അപ്പം പറയും ഇവള് സൂച്ചേട്ടൻ മരിച്ചു കൊണ്ട് അവള് കള്ളത്തരം പറഞ്ഞു. ഇനി സൂച്ചേട്ടൻ തിരിച്ചു വന്ന് പറയില്ലല്ലോ. ഞാൻ സൂച്ചേട്ടനോട് മാത്രമല്ല എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ത് എന്റെ ലൈഫിൽ സംഭവിച്ചോ, പാസ്റ്റ് എന്ത് സംഭവിച്ചോ അത് ഞാൻ സുധിച്ചേട്ടനും കിച്ചുവിന് അറിവായ ഒരു 12-13 വയസ്സുള്ള കുട്ടിയല്ലേ അന്ന്, അവനോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ക്ലാരിഫിക്കേഷനും എന്റെ ലൈഫിൽ അനുഭവിച്ച ദുഃഖവും ദുരിതങ്ങളും പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അനുഭവിച്ച ഒരു ലൈഫ് ഉണ്ടായിരുന്നു എനിക്ക്. അത് പറഞ്ഞാൽ ഒരു വിവാഹം കഴിഞ്ഞ് അങ്ങ് ദാമ്പത്യത്തിലോട്ട് പോയിട്ടോ ഒന്നും ഇല്ലാത്തൊരു ലൈഫായി. ഈ കമന്റ് ഇടുന്നവരോടത്താണ് പറയുന്നത്. ഇനി കുത്തിപ്പൊക്കിയ ഇതേ ഉള്ളു എനിക്ക് മറുപടി. അത് ഇത് ഞാൻ അറിയേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അറിയേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഭർത്താവ് പറഞ്ഞോണ്ട് പഴയ പാസ്റ്റ് ഈസ് പാസ്റ്റ്, നീ അത് മാത്രം ചിന്തിച്ചാൽ മതി. പുറമെ നീ എന്റെ ഭാര്യയാണ്, ഞാൻ നിന്റെ ഭർത്താവ്, അത് മാത്രം പുറത്ത് പറഞ്ഞാൽ മതി. പിന്നെ കിച്ചുവിന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞത്. കിച്ചുവിന്റെ കാര്യം എല്ലാവർക്കും അറിയാം, ആളുടെ കാര്യം അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ആദ്യത്തെ ആ വൈഫിന്റെ പേര് പോലും ഏട്ടൻ സ്റ്റാർ മാജിക്ക് പറഞ്ഞത്. അതെ. എനിക്ക് എന്നെ നിയമപരമായിട്ട് ഞാൻ ഇപ്പം പറയുന്നതിന്റെ ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായി. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ തള്ളിക്കളയുന്നുമില്ല. ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ആ പാസ്റ്റ് ഇവര് പറയുന്ന പോലത്തെ പാസ്റ്റേ അല്ലായിരുന്നു എനിക്ക്. ഞാൻ എന്താണ് അത് സംഭവിച്ചത് അത് സൂചിച്ചാണ്ട് ക്ലാരിഫൈ. ഈ പറയുന്ന ഈ ആരോപണം ഉദ്ദേശിച്ച് ഈ പുള്ളി പോലും ഇത് ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല, അയാൾ പോലും ഇത് അറിഞ്ഞു കാണത്തില്ല. ചേച്ചിക്കെതിരെ ആരോപണം വരുന്ന കാര്യം പുള്ളിക്കാരൻ അറിഞ്ഞിട്ടുണ്ട്. അയാള് ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ഒന്നും അല്ല, എനിക്കറിയത്തില്ല പാസ്റ്ററിനെ ഒന്നും അറിയത്തില്ല. ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ് 2 മക്കളുമായിട്ട് കുടുംബജീവിതമായിട്ട് താമസിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എനിക്കിതുവരെ പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇത് എന്നോട് ചോദിക്കുമ്പോ എന്റെ ഭർത്താവിന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, പഴയത് പറയരുത്. അത് എന്റെ ഭർത്താവിനോടും എന്റെ മക്കളോടും എന്റെ മകനോടും അവരുടെ വീട്ടുകാരോടും ഒക്കെ അവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ്. എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം അവർക്കൊക്കെ. താലി കിട്ടുക അല്ലെങ്കിൽ എനിക്കതാണ് വിവാഹം. സുധിച്ചേട്ടൻ അല്ലെങ്കിൽ പറയട്ടെ, ഈ കമന്റ് ഇട്ടോളം പറയട്ടെ, എന്നെ ആരാ താലി കിട്ടിയിട്ടുള്ളത് കമന്റ് ഇടുന്നവരെ വ്യക്തമായിട്ട് അറിയാം. ഞാലിയാവഴിയിലുള്ള കുറെ എണ്ണത്തിനാണ്, എല്ലാവർക്കും ഇല്ല കേട്ടോ. പുറമേ നിന്ന് ചിരിച്ചു കാണിക്കുന്ന എല്ലാവർക്കും ഇല്ല. ഞാലിയാവഴി തന്നെ എടുത്തു പറയാം. ഞാൻ അവിടെ കുറെ ജീവിച്ചതാണ്, എന്റെ സുധിച്ചേട്ടൻ കുറെ അനുഭവിച്ച സ്ഥലമാണ് അവിടെ. ഒന്നും വേണ്ട, ഈ ലോകത്ത് ഞാൻ സുധിച്ചേട്ടന്റെ ഒരേ ഒരു കുഞ്ഞിനെയാണ് പ്രസവിച്ചേക്കുന്നത്. കിച്ചുവിന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. മനസ്സിലായല്ലോ? കിച്ചു എന്റെ മകനാണ്, മൂത്ത മകനാണെങ്കിൽ പോലും. സുധിച്ചേട്ടനിൽ എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, അത് ഋതുലാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഇനിയും പറയാനില്ല. ഇത് എന്ത് കാര്യം ഇനിയും കുത്തിപ്പൊങ്ങും. ഞാനൊന്നും സമ്മതിക്കാതിരിക്കുന്നില്ല. കാരണം എന്നോട് ആരും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല. ആരും ഇതിനെപ്പറ്റി എന്താ പറയാ ഇങ്ങനെ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇവനൊക്കെ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കും. എന്ത് പാസ്റ്റർ, ഏത് പാസ്റ്റർ? എനിക്കിങ്ങനെ ഒരു പാസ്റ്ററെ വിവാഹം കഴിച്ചിട്ടില്ല. എന്നാൽ ഇതിൽ ആരോപിക്കുന്ന ആള് പോലും അറിഞ്ഞില്ല അയാൾ എപ്പോഴാ പാസ്റ്റർ ആയെന്ന് പോലും ആൾക്കറിയത്തില്ല. അതൊക്കെ ലൈഫ് സംഭവിച്ച് മറഞ്ഞ കാര്യങ്ങളാണ്, പാസ്റ്റ് ആണ് അതൊക്കെ. എനിക്കും അത് കുത്തിപ്പൊക്കി, എനിക്കത് പറഞ്ഞു, എനിക്കൊന്നും നേടാനില്ല, അവർക്കും അത് നേടാനില്ല. പിന്നെ ഇതിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന കുറെ കമന്റ് ഇടുന്നവരുണ്ടല്ലോ, ഈ ഞാലിയാകുഴിക്കാര് തന്നെയാണ്, എല്ലാരും ഇല്ല. ഞാൻ ആ പേരെടുത്ത് പറയുന്നത് അങ്ങനെ തന്നെയാണ്. കുറെ അനുഭവിച്ചതാണ് ഞാൻ. രേണു സുധി ഒരു തൊള്ളി താഴത്തില്ല, ഇത് കണ്ട ഡൗണും ആകത്തില്ല. കാരണം അനുഭവിക്കുന്നതിന്റെ മാക്സിമത്തിന് അപ്പുറം അനുഭവിച്ചു തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ. ഞാനത് നിഷേധിക്കുന്നുമില്ല. ഈ പാസ്റ്റർ ആരാന്ന് ഇവര് പറയണം, എനിക്കറിയത്തില്ല. ഞാനൊരു പാസ്റ്ററിനെ വിവാഹം ചെയ്തിട്ടില്ല. എന്നെ നിയമപരമായിട്ട് താലി കെട്ടിയ ഒരൊറ്റ ആളുകൾ സൂചിച്ചാണ്. പിന്നെ എന്റെ പാസ്റ്റ്, എന്റെ ലൈഫിൽ സംഭവിച്ച A to Z എന്റെ സൂചിച്ചേണ്ട വീട്ടുകാർക്കും സൂചിച്ചേണ്ടും അറിയാം. മനസ്സിലായോ? എന്നിട്ടാണ് ഞാൻ ആരെ പറ്റിച്ചിട്ടോ വെട്ടിച്ചിട്ടോ ഒന്നുമില്ല. ആരും എന്നോട് ഈ ഒരു ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആരും എന്നോട് ചോദിച്ചില്ല. ഇപ്പൊ കുറെ വിവാദങ്ങൾ ഞാൻ ഇനി വളർന്നു വരുമോ, കണ്ണിക്കടിയുള്ള കുറെ എണ്ണം
ആണ് ഈ കമന്റ്സിലൂടെ ഈ ഏതാണ്ട് വലിയ സംഭവം. ആ കമന്റ് കുറെ എണ്ണം എടുത്തിട്ട് കുറെ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ എനിക്കിട്ട് പണിയാൻ നിൽക്കുന്നവർ മാത്രം. കുറെ എനിക്ക് നിങ്ങൾ എന്നെ ഓർത്ത ഞാൻ നിങ്ങളുടെ വ്ളോഗ് കാണും, നിങ്ങൾക്ക് വ്യൂസ് തരുമെന്ന്. രേണുസുതി ഇതൊന്നും കാണത്തില്ല. പക്ഷെ എനിക്ക് ഈ ഹെഡിങ് വായിക്കുമ്പോഴേ അറിയാലോ ഇതിനകത്ത് എന്നെ ദൈവമാരി പറഞ്ഞു വെക്കുന്നു. കുറച്ച് കമന്റ് എടുത്തിട്ട് അതിന്റെ എന്താ സത്യം എന്താ ഇത് എന്നറിയാതെ എന്നെ ഇട്ട് തേജോവധം ചെയ്യുന്ന കുറെ എണ്ണം. അവരോടാണ് ഞാൻ പറയുന്നത്, നിന്റെയൊക്കെ വീട്ടിലെ ആർക്കേലും ഈ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നീയൊക്കെ എടുത്ത് വ്ളോഗ് ആക്കുമോ? ഇത് നിന്നെയൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു ഞാൻ ഒരുത്തരോട് നീ എന്നോട് വന്ന് ചോദിച്ചോ ഞാൻ വേറെ കെട്ടിയിട്ടുണ്ടോ എന്നെ ഇനിയും ഞാൻ പറയുന്നത് ഈ പാസ്റ്റർ എനിക്ക് അങ്ങനെ ഒരു പാസ്റ്ററുമായിട്ട് ബന്ധമില്ല എനിക്ക്. അപ്പോ ഈ തരത്തില് ചേച്ചിയുടെ ലൈഫിൽ ഒരു ആദ്യ വിവാഹം ഉണ്ടായി എന്ന് പറയുന്നത് ചേച്ചിയുടെ ലൈഫിൽ മുന്നേ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ദുരനുഭവത്തെയാണോ ഈ തരത്തിൽ വിവാഹ ജീവിതം അല്ലെങ്കിൽ ആദ്യം വിവാഹം കഴിച്ചു എന്ന തരത്തിൽ പറയുന്നത്? അല്ല, ഇപ്പൊ രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും ഇവർക്ക് എന്നാന്നേ പ്രശ്നം? എന്നോട് ആരും ക്ലാരിഫിക്കേഷൻ, ഞാൻ എന്തിനാ ഇവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത്? ഞാൻ എന്തിനാണ് ആ പേര് പോലും എനിക്ക് ഉപയോഗിക്കുന്നത്? കാരണം ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഭാര്യ ഉണ്ട്, 2 മക്കളുള്ളതാണ്. എന്റെ ഭർത്താവാണ് ഇവിടെ ഇരിക്കുന്ന ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആൾ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് മുന്നേ 2 ദിവസം മുന്നേ അടുത്ത ആരോപണം സുധിച്ചേട്ടന്റെ വിവാഹത്തെ പറ്റി, അടുത്തത് കല്യാണരാമനാണ്, കളിയാക്കലാണ്. ഈ മരിച്ചുപോയ വ്യക്തി, മരിച്ച് മണ്ണോട് ചേർന്നൊരു വ്യക്തിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ കമന്റ് ഇടാനും ഒരു വിവരം കെട്ട ആൾക്കാരാണല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അത് ഏക്കുന്നില്ല എനിക്ക്. അത് ഏക്കാത്തപ്പോ അടുത്ത കുത്തിപ്പൊക്കിക്കൊണ്ട് കുറച്ച് കമന്റ് എടുത്തിട്ട് ഈ കമന്റിനകത്താണ് എന്റെ ലൈഫ് ഇരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ബോധിപ്പിക്കാനുള്ളത് ബോധിപ്പിക്കേണ്ടവരോട് ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ എന്റെ സൂചന കെട്ടിയത്. മനസ്സിലായോ? അതായത് ചേച്ചി ചേച്ചിയുടെ ഒരു ആദ്യ വിവാഹം കഴിഞ്ഞതാണ്, സുധിച്ചേട്ടനുമായിട്ടുള്ള വിവാഹം ചേച്ചിയുടേത് 2ാമത്തേതാണ് എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ചേച്ചിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വിവാഹ ജീവിതം എന്ന് പറയത്തക്ക രീതിയിൽ സുധിച്ചേട്ടനുമല്ലാതെ മറ്റ് ആരെങ്കിലുമായിട്ടും ചേച്ചിക്ക് അങ്ങനെ വിവാഹ ജീവിതം എന്ന് പറയത്തക്ക രീതിയിൽ ഒരു ദിവസമെങ്കിലും കഴിയേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ ആരോപണങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞേക്കുന്നത്, രേണുസുധിയുടെ പഴയ ലൈഫിനെ പറ്റി അറിയേണ്ടവരെ അറിയിച്ചിട്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതും. അതായത് എന്റെ നിയമപരമായിട്ട് എന്നെ കല്യാണം കഴിച്ച എന്റെ സുധിച്ചേട്ടൻ, എന്നെ താലി കെട്ടിയ സുധിച്ചേട്ടൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്കൊരു പഴയ ലൈഫ് ഉണ്ടെന്ന് പറയാം. സുധിച്ചേട്ടൻ്റെ മകനും അറിയാം. എല്ലാം അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ട് തന്നെയാണ് ഞാൻ. എനിക്ക് നാട്ടുകാരെ അല്ലെങ്കിൽ ഈ ആൾക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്റെ കാര്യങ്ങൾ അറിയാം. മനസ്സിലായോ? എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതുപോലും അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്നെ അറിയാം. ഇനിയും അതിൽ കൂടുതൽ ഈ എന്നെ തേജോവധം ചെയ്യാൻ വേണ്ടി ഞാൻ എന്തോ വലിയ അപരാധം ചെയ്തെന്ന് പറഞ്ഞ് ഈ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഏതാണ്ട് വലിയ സംഭവം ചെയ്തു, ഏതാണ്ട് ഇതൊക്കെ കേട്ടിട്ട് ഞാൻ തീർന്നെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഞാൻ ആരോടും ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല. എനിക്ക് പറയേണ്ട വന്നിട്ടില്ല. കാരണം എന്റെ ഭർത്താവിന് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആർക്കും ഒരു കള്ളത്തരം ഞാൻ കാണിച്ചിട്ടില്ല. കാരണം എന്റെ ഭർത്താവിനും അല്ലെങ്കിൽ ഞാൻ അന്ന് ഇദ്ദേഹം ജീവനോടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്, അല്ലെ? നമ്മളെ പോലെ ചോരയും നീരും ഉള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം, അല്ലെ? ജീവനുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ വിധി കൊണ്ട് മരിച്ചു, അല്ലെ? മരിച്ചു മൺമറഞ്ഞു പോയി. അന്ന് ഞാൻ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് ചെയ്യണു. കാരണം അതിന് ആ ലൈഫ് എനിക്ക് പറയത്തക്ക വിധം ഒന്നും എനിക്ക് അതിനകത്ത് ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, എന്നെ താലി കെട്ടി എന്നെ രജിസ്റ്റർ ചെയ്ത ഒരാളെ ഉള്ളൂ, കൊല്ലം സുധിച്ചേട്ടൻ. ഓക്കെ ചേച്ചി, അപ്പം ചേച്ചി ഇപ്പൊ പറയുന്നല്ലോ, ചേച്ചി പറയാൻ അതായത് നിങ്ങൾ അറിയേണ്ടതായിട്ട് ഇത്രയും കാര്യമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം സുധിച്ചേട്ടന്റെ ഫാമിലിക്ക് അറിയായിരുന്നോ? തീർച്ചയായിട്ടും അറിയായിരുന്നു. കാരണം സുധിച്ചേട്ടൻ പഴയതാ. പിന്നെ എന്തിനാണ് സുധിച്ചേട്ടൻ തന്നെ പറയാം, എന്തിനാണ് ഇത് പബ്ലിക്കിന്റെ മുന്നിൽ പറയുന്നത്? അതിനകത്തൊരു കഥയില്ലല്ലോ. ഞാൻ സുധിച്ചേട്ടനെ നിയമപരമായിട്ട് കെട്ടി എന്നെ താലി കെട്ടി സുധിച്ചേട്ടനാണ്. അതുപോലെ സുധിച്ചേട്ടന്റെ രക്തത്തിൽ ഒരു കുഞ്ഞുമുണ്ട്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാം, കിച്ചുണ്ട്, ഋതപ്പനുണ്ട്. ഞാൻ പ്രസവിച്ചതായിട്ടുള്ള രീതിയിൽ ഒരു കുഞ്ഞുണ്ട്. ഞാൻ കിച്ചുവിനെ ഞാൻ പ്രസവിച്ചത് തന്നെയാണ്. മനസ്സിലായോ? ഞാൻ അങ്ങനെ കരുതുന്ന ആളാണ്. സുധിച്ചേട്ടനും അങ്ങനെ തന്നെയാണ് അത് എപ്പോഴും പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ 2 കുഞ്ഞുങ്ങൾ, സുധിച്ചേട്ടന്റെ 2 കുഞ്ഞുങ്ങളുടെ അമ്മ തന്നെയാണ് ഞാൻ. സുധിച്ചേട്ടന്റെ ചോരയുടെ അമ്മ തന്നെയാണ് ഞാൻ. പിന്നെ ഇതിൽ കൂടുതൽ എനിക്കിനി എന്നാ വേറെ ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷം, സമാധാനം, മുന്നോട്ട് പോവുക, അവരുടെ മക്കളെ പ്രസവിക്കുക, സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട്. ഇതാണ് ഒരു വിവാഹ ജീവിതം. അല്ലാതെ പിന്നെ ഈ നെഗറ്റീവ് ഇനി ഇതിന്റെ പേരിൽ എന്ത് വന്നാലും എനിക്കിനി ഒരു ക്ലാരിഫിക്കേഷൻ ഇതിന്റെ പുറത്തിനി നടത്താനില്ല. സുധിച്ചേട്ടന് ഓൾറെഡി പാസ്റ്റിൽ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ചേച്ചി ഇപ്പൊ പറഞ്ഞനുസരിച്ച് ചേച്ചിക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഓക്കെ എന്നെ പോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയും ഇതായിട്ടുണ്ട്, പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്
എന്ന് ആ ഒരു അതാവും അവിടെ connection ആണോ? പെട്ടെന്നൊരു ഇഷ്ടം വരാൻ കാരണം. ആണോ? okay. എനിക്കത് പറയേണ്ടി വന്നിരുന്നു. കാരണം ഈ ആരോപണങ്ങൾ എന്തിനാണ് ഒരു സ്ഥലത്ത് മരിച്ചുപോയ ആളെ പറ്റിയുള്ള ആരോപണം, ഒരു സ്ഥലത്ത് ആളുടെ വൈഫ്, ഒരു ബന്ധങ്ങളും ഇവരും ആരുമായിട്ടും ഇല്ല. ഈ ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നു. ആരുമായിട്ട് എനിക്കൊരു പ്രശ്നങ്ങളും ഇല്ല, ബന്ധങ്ങളും ഇല്ല. പിന്നെ ഇങ്ങനെ ഞാൻ എന്തോ പോകുന്നോ പൊങ്ങി പോകുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും. ഞാൻ വലിയ സംഭവമായി പോയാൽ എന്നാ ചെയ്യുന്നൊക്കെ. ഇതിനെതിരെ തൂക്കിക്കൊല്ലാൻ വല്ല വകുപ്പുണ്ടോ എനിക്ക്? ഞാൻ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അല്ല, ചേച്ചി വിചാരിക്കുന്നുണ്ടോ ഇപ്പൊ ഈ തരത്തിൽ ചേച്ചി ഈ റീലിലൂടെ ഒന്നും ഇത്രയധികം റീച്ചോ കാര്യങ്ങളോ ഒന്നും ചേച്ചിക്ക് കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഇവരൊക്കെ ഈ തരത്തിൽ വരുമായിരുന്നു എന്ന് വിചാരിക്കും? ഇതുവരെ വന്നിട്ടില്ലല്ലോ. 2 വർഷമായില്ലേ സൂചിച്ചേട്ടൻ മരിച്ചിട്ട്? ആരല്ലേ എന്തെങ്കിലും ഒരു ഇപ്പൊ അങ്ങ് അയ്യോ കല്യാണത്തിന് സദ്യ ഉണ്ട്, ഐസ്ക്രീം തിന്നോട്ടെ, അതിനെന്താണ് ഇവിടെ എന്താ പ്രശ്നം? ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? കഴിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ് പണ്ടേക്ക് പോയ ലൈഫൊക്കെയാണ് എടുത്ത്. എനിക്കറിയത്തില്ല ഇതിനകത്ത് ഇവർക്ക് എന്താണ് നേട്ടം വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനിയും ഞാൻ പറയുകയാണ്, എന്നെ നിയമപരമായിട്ട് ഒരാൾ മാത്രമേ വിവാഹം ചെയ്തിട്ടുള്ളൂ, അത് കൊല്ലം സുധിച്ചേട്ടനാണ്. എന്നെ ഒരാൾ മാത്രമേ താലി കെട്ടിയിട്ടുള്ളൂ, അത് സുധിച്ചേട്ടനാണ്. ഇതിപ്പം അതായത് മനസ്സിലായേക്കുന്നതെന്ന് വെച്ചാൽ ചേച്ചിയുടെ വിവരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങൾ ഇപ്പോഴല്ല ആൾക്കാർ അറിയാൻ തുടങ്ങിയിരിക്കുന്നത്. സുധിച്ചേട്ടൻ മരിച്ച ആ ഒരു നിമിഷം മുതൽ ചാനലുകളിലൂടെ ആണെങ്കിലും മറ്റുള്ള ബ്ലോഗേഴ്സിലൂടെ ആണെങ്കിലും ചേച്ചിയുടെ ഒക്കെ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനോ അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ മരണ ദിവസം പോലും ഇത്തരത്തിലൊക്കെ രേണു മാത്രമല്ല ഭാര്യയായിട്ടുള്ളതെന്ന് പറഞ്ഞു വരാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. രേണു വേറെ കെട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു വരാനോ വേറെ കെട്ടിയതാന്ന് പറഞ്ഞു വരാനോ ഉണ്ടായിരുന്നില്ല, ആരുമില്ലായിരുന്നു. ഈ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് തകിടം പറഞ്ഞ് ഒരു 1.5 വർഷം, ഒരു 6 മാസം ആയില്ലെന്ന് തോന്നി, ചാന്ത് പൊട്ടിറങ്ങിയതോട് കൂടിയാണ് എല്ലാത്തിനും ഒന്ന് രേണുസുതി മാത്രം ഇങ്ങനെ കത്തി നിൽക്കുന്നു. അവളെ എങ്ങനെയല്ലേ തകർക്കണം. ശരിയല്ലേ, രേണുസുതി തകരത്തില്ല. തീ കുരുത്തവര് വെയിലത്ത് വാടത്തില്ലെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് തന്നെയാണ് രേണുസുതി. രേണുസുതി ആരെ പീഡിപ്പിച്ചിട്ടുമില്ല, മോഷ്ടിച്ചിട്ടുമില്ല, ഒരു കൊലപാതകവും ചെയ്തില്ല, വിവാഹ തട്ടിപ്പ് കേസിലും രേണുസുതി ഇല്ല. ആരെ പറഞ്ഞു പറ്റിച്ച് ഞാൻ വിവാഹവും കഴിച്ചിട്ടില്ല, ആരെയും പറഞ്ഞു പറ്റിച്ച് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. പല കല്യാണവും മാറി ഓരോരുത്തരെ പിടിച്ച് കെട്ടിയിട്ടുമില്ല. ആരുടെയും മക്കളെ പീഡിപ്പിച്ചിട്ടില്ല, ഒരു ഭർത്താക്കന്മാരെ ഞാൻ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് രേണുസുതിക്ക് ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല. പിന്നെ ഇവര് പറയുന്നത് ഈ കമന്റുകൾ, ആരോപണങ്ങൾ എനിക്ക് വെറും ഞാനൊന്നും പറയുന്നില്ല. ഇത്തരത്തിൽ ചേച്ചിയെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ തോക്കുന്നോടം വരെ നിങ്ങൾ മടുക്കുന്നോടം വരെ കുത്തിപ്പൊക്കുക. രേണുസുതിക്ക് അതൊന്നും ഏൽക്കത്തില്ല. എന്നെ മനസ്സിലാക്കുന്ന എന്റെ പ്രേക്ഷകർ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന 10 പേരുണ്ടെങ്കിൽ അവര് മതി എൻ്റെ കൂടെ. നിങ്ങൾ പറയാനുള്ളവർ പറഞ്ഞോളൂ. ഒരാളുടെ വളർച്ചയെ, അതായത് അവരുടെ വളർച്ചയെ തടയാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ വളർച്ച കണ്ട് ഭയന്നിട്ടായിരിക്കുമല്ലോ ഇതിപ്പോ ഈ കുത്തിപ്പൊക്കുന്നത്. എന്റെ വളർച്ച കണ്ട് നിങ്ങൾ ഭയക്കാൻ നിങ്ങളും ഞാനും തമ്മിൽ എന്താണ് ബന്ധം? ഈ കമന്റ് ഇടുന്ന രേഷ്മയോ, അത് ആരാണെന്ന് പോലും എനിക്കറിയാം. രേഷ്മ എന്നൊരു കമന്റ് വരുന്നത്, കുറെ കമന്റ്. ഞാൻ നിങ്ങൾ കല്യാണത്തിന് പോവോ, ഐസ്ക്രീം കഴിക്കോ, എന്ത് വേണം ചെയ്തോടെന്നേ. ഞാനിപ്പോ സുധിച്ചേട്ടന്റെ വൈഫാണ്. സുധിച്ചേട്ടൻ മരിച്ച് 2 വർഷമായി. ഇപ്പൊ ഈ പറയുന്ന ആരോപണത്തിലുള്ള ആളും അയാൾ കല്യാണം കഴിച്ച് 2 മക്കളുണ്ടെന്നാണ് എനിക്കറിയാവുന്നത്. പിന്നെ ഈ രേഷ്മ എന്ന് പറയുന്നത് ഇവർക്ക് എന്താണ് പ്രശ്നം? അതിന്റെ ഇടയ്ക്ക് വേറെ ഫേക്ക് ഐഡി ആയിരിക്കും. കുറെ അവളുമാരുണ്ട് ഫേസ്ബുക്കിലൊക്കെ കമന്റ് ഇടാൻ. ഇതേതാണ്ട് വലിയ സംഭവം, ഇതൊന്നും വലിയ സംഭവമല്ല. മനസ്സിലായോ? ഇതൊന്നും വലിയ സംഭവമല്ല. ഞാനൊരു ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരാളുമല്ല. എന്നെ തൂക്കിക്കൊല്ലാൻ ഒരു വകുപ്പും ഇല്ല ഇതിനകത്ത്. പിന്നെ എന്തിനാ ഇത് പൊക്കിക്കൊണ്ട് ഇങ്ങനെ? ഇതൊന്നും എന്നെ അവസാനമായിട്ട് ഞാൻ പറയുന്നത്, ഇനി ഇതിന്റെ പേരിൽ എന്ത് റിയാക്ഷൻസോ എന്നെ വലിച്ചു കയറിയാലും എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇപ്പം ചേച്ചിക്ക് ഇപ്പം ഈ ഒരു തരത്തിൽ ആരോപണം വരുന്നതിന് കാരണമായ ആളോട് ചേച്ചിക്ക് ഇപ്പൊ എന്തെങ്കിലും വിരോധം തോന്നുന്നു? കാരണം എനിക്ക് ആൾക്ക് എന്നെ അറിയത്ത് പോലും ഇല്ലായിരിക്കും. ഈ പറയുന്നവർക്ക് വല്ല പറയാം, ആൾക്ക് എന്നെ അറിയത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല നേരെ. ചേച്ചി അതുപോലെ ഇതാ ഈ ഒരു ഫോട്ടോ ഉണ്ടോ? ഇത് ചേച്ചി കഴിഞ്ഞ ദിവസം ഇന്നലത്തെ എന്റെ റീലാണ്. പൊന്നാമ്പൽപ്പുഴ. അത് അടിപൊളി ഒരു സാധനമാണ്. ഇപ്പൊ അത്യാവശ്യം വൈറലായി. അതെ, പക്ഷെ ചേച്ചി കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കൊമ്പൻ ചേട്ടൻ എന്നാ ചേട്ടനെ വിളിക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്ന ചേട്ടൻ അത് കാണിച്ച് നജീബിക്ക. ഇവർ രണ്ടുമാണ് ആ റീലിനകത്ത്. പക്ഷേ എന്നാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇത്രയും പോർഷൻ മാത്രം ക്രോപ്പ് ചെയ്തെടുത്ത് ഈ ഒരു വ്യക്തിയുടെ മുഖം ബ്ലർ ആക്കിക്കൊണ്ട് ഒരു തമ്പനയില് ഇതാണ് മുൻ ഭർത്താവ് പാസ്റ്റർ ബിനു എന്ന് പറഞ്ഞു പോയിട്ട് എല്ലാവരും ആ ഒരു തമ്പനയിൽ വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. ഇതൊക്കെ എന്തുവാടെ? നീയൊക്കെ ഈ പറയുന്നതിന് എന്തെങ്കിലും
ഒരു ഇത് സാമാന്യ ബോധം വേണ്ട. ഇത് ഇന്നലെ എൻ്റെ കൂടെ അഭിനയം, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും ഇന്നലെ എൻ്റെ കൂടെ അഭിനയിച്ച ആളാണിത്. കൊമ്പൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നവര്. മറ്റേത് നജീബിക്ക, മോഹൻലാലായിട്ട് അഭിനയിച്ച ആളാണ്. മറ്റേത് മമ്മൂക്കയായിട്ട് അഭിനയിച്ച ആളാണ്. ലാലേട്ടനും മമ്മൂക്കയായിരുന്നു. അതായത് ഞാൻ കണ്ടിരുന്നു പൊന്നാമ്പൽ പുഴയറമ്പിൽ ലാലേട്ടനും മമ്മൂക്കയാണ്. അതില് ലാലേട്ടനാണ് ഇത്, മറ്റേത് മമ്മൂക്ക. ഇവരുടെ ഫോട്ടോ വെച്ചിട്ടോ? അപ്പൊ ഇതിനൊക്കെ എന്തുവാ ഞാൻ പറയേണ്ടത്? എന്റെ പൊന്ന്, ഇതാണോ പാസ്റ്റർ? നിങ്ങൾ പറഞ്ഞ പാസ്റ്റർ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും ഇന്നലെ ഒരു റീൽ ചെയ്തപ്പോഴത്തേന്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരെ നിങ്ങളൊന്ന് ആലോചിച്ചു, അതൊന്നും കൂടെ കാണിക്കാവോ പ്രേക്ഷകരെ? ചേട്ടാ, ഈ കൊമ്പച്ചാണ്ട് ഇത് വല്ലതും അറിഞ്ഞോ? ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, നിങ്ങൾ ഇത് വല്ലതും അറിഞ്ഞു? ഇന്നും എന്നെ വിളിച്ചായിരുന്നു, സംസാരിച്ചായിരുന്നു, നമ്മുടെ റീൽ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വിളിച്ചായിരുന്നു. എന്റെ പൊന്നു ചേട്ടാ, എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ? ആ ഒരു റീലാണെങ്കിലും എല്ലാം താഴേക്ക് വരുന്ന എല്ലാം പോസിറ്റീവ് കമന്റുകളാണ്. അതിന്റെ ഇടയ്ക്ക് ഫോട്ടോ നോക്കി ഇതാണ് പാസ്റ്റർ എന്ന്. അതെ അല്ലെ, പാസ്റ്ററിന്റെ കാര്യം ഞാൻ ഏതായാലും ക്ലാരിഫിക്കേഷൻ ചെയ്തല്ലോ. ഈ തോന്നിവാസം ആരാ കാണിച്ചത്? എനിക്കതറിയണം. ഈ തോന്നിവാസം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ എന്നാ കുറ്റം ചെയ്തിട്ടാണ് നിങ്ങൾ ഈ തോന്നിവാസം കാണിച്ചത്? ഇന്നലെ കണ്ട ഒരു വ്യക്തി, റീല് ചെയ്തൊരു വ്യക്തിയുടെ, ഒരു ചേട്ടന്റെ ഫോട്ടോ ബ്ലറർ ആക്കിയിട്ട് ഇതാണ് പാസ്റ്റർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നാണമുണ്ടോ? അത് ആരാണേലും അത് ഇടാൻ വേണ്ടിയിട്ട്? ആരാന്ന് എനിക്കറിയത്തില്ല. ഏത് വ്ളോഗറാണ് അത് എടുത്തിട്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, സത്യം എന്തിനാണ് നിങ്ങൾ വളച്ചൊടിക്കുന്നത്? ഞാനുള്ള സത്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആളെ ബ്ലറാക്കിട്ട് ഇതാണ് പാസ്റ്റർ, ഇനി അടുത്ത ആളെ ബ്ലറാക്കിട്ട് ഇവള് പൂജാരിയെ കെട്ടി, ഇനി അടുത്ത ആളെ ബ്ലറാക്കിട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ലൈഫിന് ഞാൻ ചെയ്യാൻ വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളെല്ലാം എന്റെ ലൈഫിന് കുത്താൻ വേണ്ടി വരുന്നത്? ഒരു കഥ, ഞാൻ ഇന്നാണ് ഇത് സത്യം അറിയുന്നത്. കാരണം വേടാ, ഒരു 2-3 മാസം അല്ലെ 2-3 ആഴ്ച മുന്നേ ഒരു ഫോട്ടോ എടുത്ത് അത് തപ്പിപ്പിടിച്ച്, ഇത് ഇന്നലെ ഞാൻ ചെയ്ത റീലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. അതുപോലെ ചേച്ചി കഴിഞ്ഞ ഇന്റർവ്യൂല് ചേച്ചിയുടെ സാമ്പത്തികാവസ്ഥ എന്താണെന്ന് കാണിക്കുന്നതിന് വേണ്ടിട്ട്, അയ്യോ ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ അക്കൗണ്ട് ബാലൻസ് കാണിച്ചിരുന്നു, ഞങ്ങളെ കാണിച്ചിരുന്നല്ലോ ചേച്ചി. അതിന് താഴെ വന്ന കമന്റ് എന്ന് പറയുന്നത്, ആര് പറഞ്ഞു ഇത് ചിലപ്പം 2ാമത്തെ അക്കൗണ്ട് ആയിരിക്കാം. അവനാണോ എനിക്ക് അക്കൗണ്ട് എടുത്ത് തരുന്നത്? 10-15 അക്കൗണ്ട്, ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ. SIB, സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഞാലിയാകുഴി ബ്രാഞ്ചിൽ ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ. സംശയമുള്ള ഇവൻ തന്നെ വന്ന് തെളിയിക്കട്ടെ എന്റെ അക്കൗണ്ട് എത്ര അക്കൗണ്ട് ഉണ്ടെന്ന് ഇവൻ തെളിയിക്കട്ടെ. ഈ പറഞ്ഞവൻ ആരാലും അവൻ തെളിയിക്കട്ടെ എന്നേ. എനിക്കൊരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ, സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ട്. ഞാൻ പുതിയ അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, ഒട്ടും എടുത്തിട്ടുമില്ല. ഇവനൊക്കെ വന്ന് തെളിയിക്കട്ടെ എന്നേ എനിക്ക് എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ടെന്ന്. കോടികളുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് വേറൊരു അക്കൗണ്ട്, നിങ്ങളെയൊക്കെ കാണിക്കാൻ വേറൊരു അക്കൗണ്ട്. ഇവൻ തെളിയിക്കട്ടെ, ഈ പറഞ്ഞവൻ ആരാലും അവൻ തെളിയിക്കട്ടെ വന്ന്. എനിക്ക് ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ, SIBയിലെ ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ. അതിനകത്താണ് വരുന്ന പൈസ ഞാൻ നിങ്ങളെ കാണിച്ചത്. എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കാനല്ല, മനസ്സിലായോ? എന്റെ ആ അവസ്ഥ, അല്ലെങ്കിൽ എന്റെ എന്താ പറയാ, ഈ കോടികൾ സുധിച്ചേട്ടനെ വിറ്റ് കോടികൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞവർക്കുള്ള ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ കാണിച്ചത്. ഈ കോടികളാണ് അത് കാണിച്ചത്. അല്ലാതെ എനിക്ക് പല അക്കൗണ്ടിനും ഒന്നും, എനിക്ക് ഒരു അക്കൗണ്ടും ഇല്ല. എനിക്ക് ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ, സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഒരൊറ്റ അക്കൗണ്ട് ഇന്ന് ഈ നിമിഷം വരെ ഉള്ളൂ. ചേച്ചിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. കാരണം ഭ്രാന്ത് പിടിപ്പിക്കുവാണ് ഞാൻ മനുഷ്യൻ, ഭ്രാന്ത്. എനിക്കിനി പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉറങ്ങാൻ പറ്റുന്നില്ല, ഊണുറക്കം. വേറൊന്നും കൂടെ നെഗറ്റീവ് കേട്ടിട്ടല്ല രേണുസുതിക്ക് ഊണുറക്കം ഇല്ലാത്തത്. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കുന്നത്. എനിക്ക് നല്ല ജോലി തിരക്കുണ്ട്, ഞാനത് സന്തോഷത്തോടു കൂടിയാണ് ആ ജോലിയെല്ലാം ചെയ്യുന്നത്. ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റണില്ല. അതിൻ്റെ അല്ല നിങ്ങളുടെ ഒന്നും ഈ ചീഞ്ഞ ഈ കമന്റോ അല്ലെങ്കിൽ ചീഞ്ഞ ആരോപണമോ ഒന്നും കേട്ട് ഈ പുള്ളിക്കാരിക്ക് ഒരു തളർച്ചയില്ല, ഒരു ക്ഷീണവും ഇല്ല. ഞാൻ ഇങ്ങനെ തന്നെ പോകും. ചേച്ചി അങ്ങനെ തന്നെ പോകും. കാരണം ചേച്ചിയുടെ കുടുംബത്തിന് ചേച്ചി ഈ തരത്തിലാണ് ആവശ്യമുള്ളത്. കാരണം അവര് നല്ല രീതിയിൽ ആഹാരം കഴിച്ച്, ഋതപ്പൻ നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ ഒരു സ്കൂളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ചേച്ചി അധ്വാനിച്ചേ പറ്റൂ. കൂടാതെ ഈ പറയുന്ന പല ഇന്റർവ്യൂകളിലും ചേച്ചി പറഞ്ഞതൊന്നുമല്ല ചേച്ചി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചേച്ചിയുടെ പേഴ്സണൽ ലൈഫ് അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം. പുറമേ കാണുന്നതോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന 2 റീലോ ഒരു പോസ്റ്റോ ഒരു സ്റ്റോറിയോ അല്ല. ഇതിന്റെ പുറകെ പഴയ കുറയാന്ന് പൊക്കിപ്പിടിച്ച് ഇതൊന്നും എന്നെ ബാധിക്കുന്ന, എനിക്ക് പറയാനുള്ള, ഞാൻ ഇപ്പോഴും പറയാണ്, അന്ന് എനിക്കൊന്നും പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം എന്റെ പഴയ ലൈഫിനെ പറ്റി എനിക്ക് പറയേണ്ടതായിട്ട് വന്നില്ല. കാരണം എന്റെ ചേട്ടൻ ചേട്ടൻ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്,
എന്തിനാണ് അറിയാവുന്നവർക്ക്, എൻ്റെ ഹസ്ബൻഡിന് അറിയാം എൻ്റെ കാര്യങ്ങൾ. പക്ഷെ ഇന്ന് എനിക്കിത് പറയാൻ ക്ലാരിഫിക്കേഷൻ, നിങ്ങൾ ഈ ഒരു ആരോപണങ്ങൾക്ക് എനിക്ക് ഇതേ മറുപടി പറയാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് എൻ്റെ ഭർത്താവ് ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞ് അതങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയാണ്. പിന്നെ ഇത് കുത്തിപ്പൊക്കി ഇതെനിക്ക് സംസാരിക്കേണ്ടത് വന്നത് ഈ ഒരു ചുമ്മാ ഈ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ കൊണ്ടാണ്. സത്യമുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു.